നമസ്കാരമുണ്ട്. നമസ്കാരം, അപ്പൊ നമസ്കാരം. നമ്മള് വീണ്ടും ഒരു വലിയ പെരുന്നാളും കൂടെ വന്ന് കൂടിയിരിക്കുകയാണ്. അതെ, അതെ. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ പെരുന്നാളിന് പറയാം. നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ ഈ ഒരു വലിയൊരു ഫാമിലി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇത്തവണ 10-300ഓളം പോത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ആ, അതിലിപ്പോ ഏതാണ്ട് ടൈം ഒരു 150ഓളം പോയിട്ടുണ്ട്. ആ, ഒരു 100ഓളം ഇവിടെ നിൽപ്പുണ്ട്. ഒരു 50 ബുക്കിംഗ് ആയിട്ട് മാറി നിൽപ്പുണ്ട്. അതെ, അതെ. അങ്ങനെ നിൽപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് മെയിനായിട്ട് പറയേണ്ട വലിയ പോത്തുകൾ നമുക്ക് കുറെ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം അല്ലേ. അതെ, ഇത്തവണ കൂടുതൽ വലിയ പോത്തുകൾ നമുക്ക് അവരെ വന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അതെ, അതെ, അതെ. മെയിൻ ആദ്യം നമുക്ക് കാണിക്കണം നമുക്ക് ഇവനെയാണ്. അതായത് നമ്മളൊരു ജാഫർബാദി നീലിയവി ക്രോസ് ഒരു പോത്താണ് അല്ലേ. അതെ, അതെ, അതെ. നമുക്ക് എത്ര കിലോ നമുക്ക് പറയാം? ഇതൊരു 1000 അടുപ്പിച്ചുണ്ട്. അതായത് നമുക്ക് 1000 കിലോ വരുന്ന നല്ലൊരു അടിപൊളി. അതെ, അന്ന് നമ്മള് കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു പോത്തിനെ ഞാൻ അടുത്തിടെയും കണ്ടു. അല്ല. ക്രോസ് ജാഫർബാദി നീലിയവിയും കൂടെ ചേർന്ന് വരുന്നത്. അതെ, എന്നാലും നമ്മൾ ഈ ഭംഗി കണ്ടിട്ടുള്ള ആ ഒരു എടുപ്പ് മേടിച്ചതാണ്. അതെ, അത് മോഹവിലക്ക് വാങ്ങിയതാണ്. മോഹവിലക്ക് അതെ, വാങ്ങിച്ചതാണ്. അതെ. അപ്പൊ നമുക്ക് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. അതെ, അതെ. അതേപോലെ ഒരു വില കിട്ടണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിൽ തന്നെ നിർത്താം. നമ്മളൊരു പെറ്റായിട്ട് നമ്മളെ അതെ, ഫാമിലി അതെ, അതെ. വലിയ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. ആള് സൈലന്റ് ആണ്. സൈലന്റ് നമ്മൾ ഈ ആണ്. രണ്ട് എട്ടിരിക്കുന്ന പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അല്ല, പോവാതിരിക്കാൻ ഇത് റബ്ബർ ഇവിടെ ആയതുകൊണ്ട് റബ്ബർ ഇടിച്ച് റബ്ബറിലിട്ട് ഉരയ്ക്കുന്നുണ്ട്. അത് റബ്ബർ നക്കി കുടിക്കളയും, അതാണ് പ്രശ്നം. അത് അങ്ങനെ കുടിച്ചാലും പ്രശ്നമാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ കെട്ടിയത്. കെട്ടിയിരിക്കുന്നത്. ആള് സൈലന്റ് ആണ്. അതെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന കണക്ക് ഫാമുകളിലേക്കും അതല്ല പള്ളി നേർച്ചയ്ക്കും ഒക്കെ മോഹവിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതെ, അതെ. അപ്പൊ നമുക്ക് ഇതാണ് ഇതിന്റെ വിശേഷങ്ങൾ പറയുന്നത്. ഇത് പിന്നെ നമുക്ക് എവിടെ കൊണ്ടുവന്നതാണ് നമ്മൾ? ഇത് ഞങ്ങളൊരു വീട്ടിൽ നിന്ന് വാങ്ങിയതാ. വീട്ടിൽ അത് നിന്ന് അവര് പെറ്റായിട്ട് വളർത്തിക്കൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് വാങ്ങിയതാ. വാങ്ങിയിട്ട് ഇപ്പൊ 1 വർഷത്തിന് മേലായി നമ്മൾ വാങ്ങിയിട്ട് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ പെരുന്നാളിന് ശേഷം നമ്മൾ വാങ്ങിയത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം കുളങ്ങളൊക്കെ അതെ, കുളം വെച്ചിട്ടുണ്ട്, ഷെഡ് ഒക്കെ ഉണ്ട്, സ്പ്രിംഗ്ലർ വരെ പിടിപ്പിച്ചിട്ടുണ്ട്. അതെ, അതെ. അത്രയും വലിയൊരു സൈസ് ആളാണ്. അതെ, കാണുമ്പോൾ തന്നെ അറിയാം. ആ. നമുക്ക് ബാക്കി പോത്തുകൾ എടുത്തോട്ട് പോയാലോ? അതെ. നമുക്ക് ഇപ്പം 1000+ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പോത്തുകൾ നമുക്ക് എത്ര കിലോ ഒക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? പിന്നുള്ളത് 750 കിലോ ഉള്ളതുണ്ട്. ഇതൊരു 600+ കിലോ ഉള്ളതാണ്. ലൈവ് തൂക്കമാണ് പറയുന്നത്, ഇറച്ചിയല്ല. ലൈവ് തൂക്കമാണ്. 600+. അതെ, അതെ. അതായത് നമുക്ക് കൂടുതലും ഫാമില് എത്ര കിലോ ഉള്ള പോത്തുകളെ മേടിക്കാനാണ് ഈ പള്ളിപ്പെരുന്നാൾ അനുബന്ധിച്ച് വരുന്നത്? അവര് ലൈവ്, അതായത് അവര് ലൈവ് ഒരു 300 കിലോയ്ക്ക് മേലോട്ടുള്ളതാണ്. അന്നൊരു 100, 120, 150 അങ്ങനെ ആ കിലോ ഇറച്ചി വരുന്ന ടൈപ്പ്. അത് എത്ര ലൈവായിട്ടും കൊണ്ടുപോകുന്നുണ്ട്, അല്ലാണ്ട് മതിപ്പ് വില പറഞ്ഞും കൊണ്ടുപോകുന്നുണ്ട്. അത് എങ്ങനെ വേണോ കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യക്കാർ ഇറച്ചിയായിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന്. അതെ, അങ്ങനെ ഇപ്പൊ അല്ലാണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പെരുന്നാളിന് ഇപ്പൊ അങ്ങനെ നടക്കത്തില്ല. അവര് കൊണ്ട് പള്ളികളിലെ കൊണ്ട് നേർച്ചയായിട്ട് പോകുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ ഒരു കുട്ടികള്, അതായത് വലിയ പോത്തുകളൊക്കെ നമുക്ക് വരുന്നത് ഇപ്പൊ ഇവിടുന്നായിരുന്നു നമുക്ക് വന്നത്. ഇപ്പൊ കൂടുതൽ ഇവിടെ നിന്നാണ് വാങ്ങി ഞങ്ങള്. കഴിഞ്ഞ കൂടുതൽ ഹരിയാനയിൽ നിന്ന് ഇറക്കി. ഇപ്പൊ ഹരിയാനയിൽ നിന്ന് ലോഡ് കുറച്ചിട്ട് ഇവിടെ നിന്നാണ് കൂടുതൽ വാങ്ങി. ഇവിടെ ഇപ്പൊ നല്ല പോത്തുകൾ കിട്ടണം. ഞങ്ങൾ കൊടുത്തത് തന്നെ ഇപ്പം എല്ലാം വാങ്ങാറുള്ള ടൈപ്പ് ആയിട്ടുണ്ട്. നല്ല അങ്ങനെ എല്ലാം കൂടുതൽ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ കസ്റ്റമറിൽ തന്നെ മേടിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ അത് ചോദിക്കട്ടെ, നമ്മൾ ബൈബാക്കിന്റെ കാര്യം കൂടെ പറയാം. നമുക്ക് ഇവിടെ ഇനിയിപ്പോ അടുത്ത കുട്ടികളുടെ ലോഡ് നമുക്ക് എന്നത്തേക്ക് നമ്മൾ ആ പെരുന്നാളിന്റെ അന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ ആയിട്ട് ലോഡ് എത്തും. നമുക്ക് ഹരിയാനയിൽ നിന്നുള്ള ലോഡ് നമുക്ക് അന്ന് അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫാമിലെത്തും. അതായത് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്ന കുട്ടികളെ അടുത്ത പെരുന്നാൾ ആവുമ്പോഴത്തേക്ക് അതല്ലെങ്കിൽ 2 വയസ്സാവണം. അതേപോലെ വരുന്നത് തന്നെ 1 വയസ്സുള്ളതാണ് ആര്യന്നൊക്കെ വരുന്നത്. 10 മാസം 1 വയസ്സുള്ള 1 വർഷം വളർത്തി നല്ല സൈസ് ആവുകയാണെങ്കിൽ 100 മുകളിൽ കയറുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങുക ചെയ്യും. അതായത് അവർക്ക് ഒരു അതെ, അത് അവർക്ക് തൂക്കിയെടുക്കണമെങ്കിൽ തൂക്കിയെടുക്കുക, അല്ലെങ്കിൽ അവർ വില പറയുന്ന വിലയ്ക്ക് നമുക്ക് മുതലാവുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങുക ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത പോത്തിന് എടുത്തോട്ട് പോയാലോ? അത് ഒരു 600+ ഉണ്ട്. ഇത് നമുക്കൊരു നമ്മൾ ഈ ക്യാമറയ്ക്കകത്ത് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സൈസ് അറിയാൻ പറ്റുന്നത്. അതെ, അതെ, അതെ. നേരിട്ട് നമുക്ക് അത്യാവശ്യം അന്നോട്ട് നിൽക്കുന്നത് തന്നെ അറിയാം. അതെ, അതെ. ഈ ഷോൾഡറിന്റെ പൊക്കം വരുന്നുണ്ട്. അതെ, അതെ. ഞാൻ 6 അടി 1 ഇഞ്ചാണ്. ഇതുണ്ട്, ഇത് ഈ റബ്ബറിന്റെ അടുത്ത് കെട്ടിയുള്ള കുഴപ്പമാണ്. കംപ്ലീറ്റ് ഇത് ഇടിച്ച് കയറുന്നുണ്ട്. അതായത് ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കയറ് പിടിച്ച് കെട്ടിയിരിക്കുന്നത് അല്ലേ? നമ്മൾ കൂടുതൽ ഷെഡിലും ഇപ്പൊ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഇതിപ്പോ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കെട്ടിയത്. ഹരിയാന പോത്തുകൾ ആള് സൈലന്റ് ആണ്. അതെ, സൈലന്റ് ആണ്. അതല്ലേ നമ്മളെ മറ്റേ നാടൻ പോത്തുകളൊക്കെ അല്ല, പാവങ്ങളാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വലിയ പോത്തുകളുടെ വിശേഷം. അപ്പൊ നമ്മള് എങ്ങനെ നമുക്ക് ഇവിടെ ആവശ്യക്കാര് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അവരെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുമോ? അത് സൈറ്റിൽ എങ്ങനെ വേണം, അത് എങ്ങനെ വേണം കൂടുതൽ അവർ കൊണ്ടുവന്ന് അവർ കൊണ്ടുപോകാം. ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ വണ്ടികളിൽ കൊണ്ടുപോകാം. ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ്? അത് ഡീസൽ മേടിക്കാറുണ്ട്. നമ്മൾ ആദ്യം തൊട്ടേ അത്രേ ഉള്ളൂ. അതെ, വണ്ടി ചാർജ് മാത്രം. അടുത്തൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. ഒരുപാട് ദൂരെ ആണെങ്കിൽ മാത്രമേ ഡീസൽ എക്സ്പെൻസ് മേടിക്കൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് വലിയ, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ഏക്കർ ഞാൻ ചുമ്മാ പറയുന്നതല്ല. നമ്മൾ താഴോട്ട് നോക്കുമ്പോഴേ ഫുള്ള് കാണാൻ പറ്റും.
താഴെല്ലാം ഫുള്ള് പോത്ത് നിൽക്കുകയാണ്. നമുക്ക് ഇതെല്ലാം നമുക്ക് ഈ ഇത് ക്യാമറ മൊത്തം 10 ഏക്കറാണ്. ഈ 1 ഏക്കറിനകത്താണ് ഈ ഫാം നിർത്തിയേക്കുന്നത്. അതായത് ഈ ഒരു ഏക്കറിനകത്താണ് നമ്മൾ ഈ പോത്തുകളെല്ലാം നിൽക്കുന്നത്. ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങിയാലോ? അതെ അതെ ഇടത്തരം പോത്തുകളെയും കൂടെ നമുക്ക് അതെ